ഹലോ, ഞാൻ നിങ്ങളുടെ ഗിന്നുവാണേ. ഞാൻ നിങ്ങളുടെ ആജിക്കാണേ. അപ്പൊ നമ്മൾ സെക്കൻഡ് എപ്പിസോഡിലേക്ക് കടന്നിരിക്കുകയാണ്. അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇന്നലത്തെ എപ്പിസോഡിന്റെ ഒരു തുടർച്ച തന്നെയാണ്. ഇന്നത്തെ എപ്പിസോഡുകളെ കണ്ടാൽ മാത്രമാണ് നമുക്ക് ഇന്നലത്തെ വീഡിയോ കംപ്ലീറ്റ് ആവുള്ളൂ, അല്ലെങ്കിൽ ഇന്നലത്തെ ക്രാഫ്റ്റ് കംപ്ലീറ്റ് ആവുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഇന്നത്തെ വീഡിയോ കാണാൻ ആരും മറക്കരുത് കേട്ടോ. അപ്പോ കൂടുതൽ സംസാരിച്ച് സമയം കളയണ്ട, അല്ലേ? എന്താ മാജിക്ക്, അതല്ലേ സത്യം? അല്ലാതെ തന്നെ നമ്മൾ ഈ സംസാരിച്ചു പറഞ്ഞ സമയം കളഞ്ഞിട്ട് എന്തിനാ? നമുക്ക് കാര്യത്തിലേക്ക് കടക്കാന്നേ. എല്ലാരും അങ്ങ് കേറി കണ്ടു നോക്ക് മക്കളെ. അതെ, കണ്ടു നോക്ക്. നമ്മുടെ ഓണം അടിപൊളിയാക്കാനുള്ളതല്ലേ. അപ്പം നമുക്ക് വീട്ടിലേക്ക് കിടക്കാം. അപ്പോൾ നിറപറയും പൂങ്കുലയും നമ്മൾ പൂങ്കുല ഇന്നലെ ഉണ്ടാക്കി കഴിഞ്ഞു. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നിറപറയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് പഴയ ഒരു കാർഡ്ബോർഡ് പീസ്, കുറച്ച് പീസുകൾ വേണ്ടി വരും. അപ്പോൾ നമ്മൾ ആ കാർഡ്ബോർഡാണ് നമുക്ക് ആവശ്യമുള്ളത്. ഒരു പേന വേണം, പിന്നെ കത്രിക, പിന്നെ സാധാരണ ടിഷ്യൂ പേപ്പർ, സാധാരണ വൈറ്റ് പേപ്പർ, നമ്മൾ പരീക്ഷയ്ക്കൊക്കെ ഉപയോഗിക്കുന്ന തരത്തിലുള്ള വൈറ്റ് പേപ്പർ, ഇനി നമ്മുടെ അളവ്, അതായത് നമുക്കൊരു 6 പീസ് ഇതുപോലെയുള്ള അളവിലുള്ള സംഭവം വേണ്ടി വരും. ഇതിൽ അളവുകൾ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഈ അളവുകൾ പ്രകാരം ഒരു 6 പീസ് കാർഡ്ബോർഡ് പീസുകൾ കട്ട് ചെയ്തെടുക്കണം. ഇത് ജോയിൻ ചെയ്തിട്ടാണ് നമ്മൾ നിറപറയുടെ ആ രൂപം ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനത്തെ ഒരു 6 പീസ് കാർഡ്ബോർഡ് പീസുകൾ നമുക്ക് ഈ ഒരു അളവിൽ, ഇപ്പോൾ ഇതിൽ കൊടുത്തിരിക്കുന്ന അളവുകൾ നോക്കിയിട്ട് ആ അളവുകളിൽ കട്ട് ചെയ്തെടുത്തിട്ട് അങ്ങനത്തെ ഒരു 6 പീസ് സെറ്റ് ചെയ്ത് വെക്കുക. പിന്നെ നമ്മൾ നേരത്തെ എടുത്തിട്ടുള്ള ഒരു വൈറ്റ് പേപ്പർ ഉണ്ടല്ലോ, ആ വൈറ്റ് പേപ്പറിൽ ഗം അപ്ലൈ ചെയ്തിട്ട് നമുക്കത് ഈ 6 പീസിനെ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് അത് ജോയിൻ ചെയ്ത് വെക്കുമ്പോഴാണല്ലോ കറക്റ്റ് ഒരു നിറപറയുടെ ഷേപ്പ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അത് ജോയിൻ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഈ വൈറ്റ് പേപ്പറിൽ നമ്മൾ ഫുള്ളായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്യുക. അതിനുശേഷം കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന 2 പീസ് ഫസ്റ്റ് എടുത്തിട്ട് അത് ഇപ്പോൾ ഇതിൽ കാണിച്ചിരിക്കുന്ന, വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന പോലെ ജോയിൻ ചെയ്യുക. നല്ല രീതിയിൽ അത് ഒട്ടിച്ച് വെക്കണം. അത് കുറച്ച് സമയം കഴിഞ്ഞിട്ട് നമുക്കതൊന്ന് നിവർത്താനൊക്കെ പാടുള്ളൂ, അല്ലെങ്കിൽ അത് പെട്ടെന്ന് ചിലപ്പോൾ കീറിപ്പോവാം, അല്ലെങ്കിൽ വിട്ടു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അത് കറക്റ്റായിട്ട് നമ്മൾ സെറ്റ് ചെയ്തിട്ട് പതുക്കെ 2 സൈഡിലും എക്സസ് ആയിട്ട് വരുന്ന പേപ്പർ അതിനകത്തേക്ക് പതുക്കെ മടക്കി വെക്കുക. ഓക്കെ, ഈ രീതിയിൽ വേണം നമുക്ക് 6 പീസുകളും ഒന്നിനടുത്ത് ഒന്നായിട്ട് ജോയിൻ ചെയ്ത് നമ്മളത് ഫുള്ളൊരു പാറയുടെ ആ രൂപത്തിലേക്കാക്കി മാറ്റണം. ഇപ്പോൾ ഇതിൽ തന്നിരിക്കുന്ന അളവുകൾ നിങ്ങൾക്ക് അതിൻ്റെ കുറവെടുത്തിട്ട്, അതായത് എല്ലാ അളവുകളും എത്ര വെച്ചാണ്, ഇപ്പോൾ 1 സെൻറ്റിമീറ്റർ വെച്ച് കുറക്കുകയാണെങ്കിൽ അങ്ങനെ കുറച്ചെടുക്കാം. അങ്ങനെ നിങ്ങൾക്ക് ചെറിയ നിറപറ ഉണ്ടാക്കാൻ പറ്റും. അതല്ല കൂട്ടുകയാണെങ്കിൽ വലിയ നിറപറ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അത് ആ രീതിയിൽ നമുക്ക് വലുപ്പ വ്യത്യാസത്തിൽ നിറപറ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇപ്പം ഞാൻ ഉണ്ടാക്കിയിരിക്കുന്ന നിറപറയുടെ ഒരു ഏകദേശ വലുപ്പം ഇത്രയാണ്. ഇതിൽ ഫുള്ള് നമ്മളിപ്പോൾ എല്ലാം ഒട്ടിച്ചൊക്കെ കഴിഞ്ഞ് നന്നായിട്ട് ഉണങ്ങി കഴിഞ്ഞൊരു സംഭവമാണിത്. ഇതിൻ്റെ നമ്മൾ താഴെ ഓപ്പണിംഗ് ആയിട്ട് തന്നെയാണ് വെക്കുന്നത്. കാരണം താഴെ വല്ല പേപ്പറൊക്കെ വെച്ചിട്ട്, പാത്രം വല്ലതൊക്കെ വെച്ചിട്ട് വേണം നമുക്കതിലേക്ക് നമ്മൾ ഇന്നലെ ഉണ്ടാക്കി വെച്ച ആ ഒരു പൂങ്കുല വയ്ക്കാം. ഇനി ഇതിനൊരു ടെക്സ്ചർ ലുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ എടുത്ത ടിഷ്യൂ പേപ്പർ, അതാദ്യം ഒരു 3D ലുക്ക് കൊടുക്കാൻ, അതായത് നമുക്കറിയാം നിറപറയിൽ ജസ്റ്റ് ഒരു ഡിസൈൻ ഉണ്ടാവാറുണ്ടല്ലേ, ആ ഡിസൈൻ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ടിഷ്യൂ പേപ്പർ 4ആയിട്ട് മടക്കി എടുത്തിട്ട് ചെറിയ ചെറിയ ഗ്യാപ്പ് കൊടുത്തിട്ട് അത് ചുറ്റും ഞാൻ ഒട്ടിച്ചിട്ടുണ്ട്. ഇതിന് മേളിലൂടെ നമ്മൾ ഗം അപ്ലൈ ചെയ്തിട്ട് ടിഷ്യൂ പേപ്പർ തന്നെ വീണ്ടും ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ ഞാനിതിൽ കാണിച്ചിരിക്കുന്ന പോലെ ഉണ്ടോ, 4ആയിട്ട് മടക്കിയതിന് ശേഷം ഇതിൽ നമുക്ക് എവിടേക്കാണോ ആ ഒരു 3D ലുക്ക് വേണ്ടത് എന്നുള്ളത് നോക്കിയിട്ട് അവിടേക്ക് ഞാനിത് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിന് മേളിൽ കൂടെയാണ് ഒരു ലെയർ ടിഷ്യൂ പേപ്പർ ഞാൻ ഉണ്ടോ ഈ രീതിയിൽ ഒട്ടിച്ചിരിക്കുന്നത്. അത് ആ ഒരു നിറപറയുടെ ഫുള്ള് നമ്മൾ കവർ ചെയ്ത്, അങ്ങനെ തന്നെ ഫുള്ള് കവർ ചെയ്ത് പോകണം.
പിന്നീട് അത് ഉണങ്ങിക്കഴിഞ്ഞിട്ട് മാത്രമേ നമുക്കിതിൽ പെയിൻറ്റും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ കുറച്ച് നേരം അത് ഇങ്ങനെ അപ്ലൈ ചെയ്ത് അതൊന്ന് മാറ്റി വെച്ച് ഉണങ്ങിയതിന് ശേഷം മാത്രം അടുത്ത വർക്ക് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്കിതിൽ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് സംഭവങ്ങളുണ്ടല്ലോ, ഗോൾഡൻ ഫ്ലവർ, അതുപോലെ അതിൽ നമുക്ക് അതിനെ പിടിക്കാനുള്ള സ്ഥലം, അപ്പോൾ അതിൽ അങ്ങനത്തെ കുറച്ച് ഡെക്കറേഷൻസ് ഉണ്ട് നമ്മുടെ നിറപറയിൽ. ഇപ്പം നിറപറയുടെ ഒരു പിക്ചർ നിങ്ങൾക്ക് ഗൂഗിളിൽ നിന്ന് എടുത്ത് നോക്കിയാൽ അറിയാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഞാനൊരു റെഫറൻസ് എടുത്തിട്ട് അതിൽ നിന്ന് കിട്ടിയ ഡിസൈൻസ് വെച്ചിട്ടാണ് ഞാനിത് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിലേക്ക് ആവശ്യമായിട്ടുള്ള ആ ഒരു ഗോൾഡൻ ഡെക്കറേറ്റീവ് ഐറ്റംസിന് വേണ്ടിയിട്ട് ഇവിടെ ഞാൻ കമ്പി, ഗോൾഡൻ പേപ്പർ, പിന്നെ കാർഡ്ബോർഡ് പേപ്പർ ഇതൊക്കെയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് ഫ്ലവറിൻ്റെ ഡിസൈനിലും ആ ഒരു ചന്ദ്രക്കല ഡിസൈനിലും റൗണ്ട് ഷേപ്പിലൊക്കെ കട്ട് ചെയ്തിട്ട് അതിൽ ഗോൾഡൻ പേപ്പർ ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ എളുപ്പപ്പണിക്ക് വേണ്ടിയിട്ടാണ് ഞാനിതെല്ലാം കൂടെ ഒന്നിച്ച് ഒട്ടിച്ചിട്ട് അത് സെറ്റ് ചെയ്തെടുക്കുന്നത്. ഈ രീതിയിൽ എല്ലാം ഒന്ന് ഒട്ടിച്ചെടുത്തിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് മടക്കി കൊടുക്കുന്നുണ്ട്. ആ ഒരു 3D ലുക്ക് കൊടുക്കാൻ വേണ്ടി തന്നെ അതൊന്ന് മടക്കി കൊടുക്കുന്നുണ്ട്. അതുപോലെ ഫ്ലവേഴ്സും നമ്മൾ അതുപോലെ തന്നെ ഒട്ടിച്ചെടുത്തത് ഒന്ന് കവർ ചെയ്ത് വീണ്ടും തിരിച്ചൊട്ടിച്ച് അതും റെഡിയാക്കി എടുക്കണം. ഇത് അതിൻ്റെ ഒരു റൗണ്ട് പിടി ഭാഗമുണ്ട്. അപ്പോൾ ആ ഭാഗത്തിന് വേണ്ടിയിട്ടാണ് ഈ ഒരു റൗണ്ട് ഞാൻ കട്ട് ചെയ്തെടുത്തത്. അതും ഇതുപോലെ ഞാനിങ്ങനെ ഗോൾഡൻ പേപ്പർ ചെറിയ സ്ട്രിപ്പുകളായിട്ട് കട്ട് ചെയ്തിട്ട് അത് ചുറ്റിയാണ് ഈ ഒരു റൗണ്ട് ഞാൻ ഫിനിഷ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്കല്ലാതെയും ഇപ്പോൾ നേരത്തെ ഫ്ലവർ കാണിച്ച പോലെ തന്നെ ഇത് വേണമെങ്കിൽ ഒട്ടിച്ചെടുക്കാവുന്നേ ഉള്ളൂ. അപ്പം നമ്മൾ നേരത്തെ എടുത്ത് വെച്ച് നമ്മുടെ പറയിൽ ഞാൻ ഒരു ബ്രൗൺ കളർ അടിച്ചിട്ടുണ്ട്, പെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഫാബ്രിക് പെയിൻ്റാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് അക്രലിക് പെയിൻറ്റോ വാട്ടർ കളറോ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇനി നമുക്ക് സാധാരണ നമ്മൾ വുഡിലും മറ്റുമൊക്കെ അടിക്കുന്ന അങ്ങനത്തെ പെയിൻറ്റ് മേടിച്ചിട്ടാണെങ്കിലും അപ്ലൈ ചെയ്യാവുന്നതാണ്, കുഴപ്പമില്ല. എന്നിട്ട് അതിൻ്റെ മുകളിലും താഴെയായിട്ട് ഇപ്പോൾ പറയിൽ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഗൂഗിളിൽ നിന്ന് എടുത്ത ഒരു റെഫറൻസ് പിക്കിൽ മുകളിലും താഴെയായിട്ടൊരു ഗോൾഡൻ ഫിനിഷ് വരുന്നുണ്ട്. ആ രീതിയിൽ ഞാൻ ഇതിൻ്റെ ഈ ഒരു നിറപറയുടെ മുകൾ ഭാഗത്തും താഴ്ഭാഗത്തും രണ്ട് സൈഡിലും ഇതുപോലെ ഒന്ന് ഒരു സിക്സാഗ് ഡിസൈനിൽ കട്ട് ചെയ്തെടുത്തിട്ട് അത് ചുറ്റിലും ഒന്ന് അതിൻ്റെ ബോർഡർ രണ്ട് ബോർഡറിലും ഞാനത് ഗ്ലൂ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഏകദേശം ഈ ഒരു ലുക്കാണ് നമുക്ക് ഫൈനൽ. ഇങ്ങനെയാണ് നമ്മുടെ നിറപറ വരുന്നത്. ഫൈനൽ ലുക്കല്ല, നമുക്കിനി നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഒരു ഗോൾഡൻ ഡെക്കറേറ്റീവ് ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ വെച്ച് വരുമ്പോഴാണ് ഫൈനൽ ലുക്കാവുന്നത്. ഇതിൽ എവിടേക്കാണോ ഇപ്പം നമുക്ക് 6 സൈഡുണ്ടല്ലോ, ആ സൈഡിനെ നമുക്ക് ഡിവൈഡ് ചെയ്തിട്ട് എവിടേക്കാണ് നമുക്ക് ഈ പറഞ്ഞ ഡെക്കറേറ്റീവായിട്ടുള്ള ആ ഒരു പിടിഭാഗം വെക്കുമ്പോൾ 2 എണ്ണം വെക്കുമ്പോൾ രണ്ടും നേരെ ഓപ്പോസിറ്റ് 2 സൈഡുകളിലേക്കായിട്ട് അത് വെക്കുക. അതിന് ചുറ്റുമുള്ള സ്പേസ് വരുന്ന സ്ഥലങ്ങളിൽ നമുക്ക് നമ്മളുണ്ടാക്കിയ ഫ്ലവർ ഡിസൈനുകൾ അവിടെ ഒട്ടിച്ച് വെക്കാവുന്നതാണ്. ഇത് വർക്കെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇതിനകത്ത് വേണമെങ്കിൽ ഒരു വാർണിഷ് ഫിനിഷ് കൊടുക്കാം. അപ്പോൾ കുറച്ചുകൂടി ഒരു ഗ്ലോസി ലുക്ക് ഉണ്ടാവും. ഞാനിതിലിപ്പോൾ ഈ റഫ് ലുക്ക് തന്നെയാണ് ഇതിൽ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. കൂടുതൽ അതിലൊരു ഗ്ലോസി ഫിനിഷ് കൊടുക്കാനോ അങ്ങനെയൊന്നും ഞാൻ നോക്കിയിട്ടില്ല. ആ റഫ് ലുക്ക് തന്നെയാണ് മെയിൻറ്റെയിൻ ചെയ്തത്. ആ നിറപറ ആ ലുക്കിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഈ ഗോൾഡൻ പേപ്പറിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഗോൾഡൻ പെയിൻറ്റ് യൂസ് ചെയ്യാം. ഞാൻ കറക്റ്റ് ഒരു ഗോൾഡൻ ആ ഒരു പെയിൻറ്റിനൊരു ഡൾ ഫിനിഷ് ആയതുകൊണ്ടാണ് ഞാൻ പേപ്പർ മേടിച്ച് ചെയ്തത്.
കുറച്ചും നിങ്ങൾക്ക് ഇനി പെയിൻറ്റ് മതി എന്നുണ്ടെങ്കിൽ ആ പെയിൻറ്റും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്, കുഴപ്പമില്ല. ഞാനിതിൽ നമ്മുടെ ആ ചന്ദ്രക്കലയിൽ ഒരു 3D ഫിനിഷ് കൊടുത്ത പോലെ ഫ്ലവേഴ്സിനൊക്കെ ആ ഒരു ഫിനിഷ് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഓരോ പെറ്റൽ ഭാഗത്തും ജസ്റ്റ് ഒന്ന് മടക്കി കൊടുക്കുമ്പോൾ അതിനൊരു 3D ലുക്ക് വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു ലുക്ക് കൊടുക്കാൻ വേണ്ടി തന്നെയാണ്. കാരണം നമുക്കറിയാം നിറബറയുടെ ഇതിൽ വരുന്ന സംഭവങ്ങൾ ഒന്ന് ബൾജ് ചെയ്തിരിക്കുന്ന ഡിസൈൻസാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ഫിനിഷ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ജസ്റ്റ് കൈകൊണ്ട് ഞാൻ അതിൻ്റെ പെറ്റൽ ഭാഗത്തും പെറ്റലിൻ്റെ സൈഡിലും അതുപോലെ അതിൻ്റെ സെൻറ്ററിലും ഒക്കെ ജസ്റ്റ് ഒന്ന് പുഷ് ചെയ്ത് അതൊന്ന് ഒരു 3D ലുക്കാക്കി എടുക്കുന്നത്. ഈ വീഡിയോ കുറച്ച് ലെങ്തിയാണ്, കാരണം നമുക്കിത് 2 പാർട്ടായിട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ഭംഗി ഉണ്ടാവില്ല എന്നുള്ളത് കൊണ്ടാണ് ഇത് ഒന്നിച്ചൊറ്റ വീഡിയോ ആയിട്ട് ചെയ്തത്. അപ്പോൾ ഇത് കുറച്ച് ലെങ്തിയാണ്, ഇതിൻ്റെ വർക്കും അത്രയും തന്നെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ്. ഇതിൻ്റെ പിടിയുടെ ഭാഗം പിടിപ്പിക്കാൻ നമ്മൾ കമ്പിയാണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ കമ്പിയിൽ നമ്മൾ എടുക്കുന്ന കമ്പിയും കൂടെ ഗോൾഡൻ ആ ഒരു പേപ്പർ ഒന്ന് ചുറ്റിയെടുക്കണം. നമുക്ക് 2 കമ്പി മതിയാവും. ആ 2 കമ്പിയും ഇതുപോലെ ഗോൾഡൻ പേപ്പർ ചുറ്റിയെടുത്ത് ഒരു ലൂപ്പ് പോലെ സെറ്റ് ചെയ്ത് നമ്മൾ ആ റൗണ്ട് കട്ട് ചെയ്തത് അതിനകത്തിട്ടിട്ട് വേണം ഇത് ഈ ഒരു നിറപറയിലേക്ക് നമ്മൾ അറ്റാച്ച് ചെയ്ത് അത് പിടിപ്പിക്കാൻ. ഒട്ടിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് ഒരു ഗം യൂസ് ചെയ്ത് നമ്മൾ ഒട്ടിക്കുമ്പോൾ ആ ഒരു ലുക്ക് കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ കമ്പി വെച്ചിട്ട് ഈ ഒരു രീതിയിൽ തന്നെ അത് ലൂസായിട്ട് കിടക്കുന്ന രീതിയിൽ തന്നെ ഞാൻ ചെയ്തെടുത്തത്. കണ്ടു, ഈ കമ്പിയിൽ നിന്ന് ഒന്ന് വളച്ചെടുത്തിട്ട് അതിനകത്തേക്ക് കയറ്റി ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതവിടെ ഇരുന്നോളും. നമുക്കത് ആ ഒരു ലുക്ക് കറക്റ്റായിട്ട് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനും പറ്റും. രണ്ട് സൈഡിലും അതുപോലെ ഫിനിഷ് ചെയ്യണം. അപ്പോൾ നമ്മുടെ നിറപറയുടെ വർക്കൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. നമ്മൾ 2 സൈഡും ഓപ്പണായിട്ടാണ് വെച്ചിരിക്കുന്നത്. കാരണം നമുക്കിതിൻ്റെ നടുക്ക് എന്തെങ്കിലും ഒരു പാത്രത്തിൽ മണ്ണോ കല്ലോ ഇട്ടിട്ടാണ് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ പൂങ്കുല കണ്ടോ ഈ രീതിയിൽ നമ്മൾ അറേഞ്ച് ചെയ്ത് വെക്കുന്നത്. അതുകൊണ്ടാണ് 2 സൈഡും ഓപ്പണാക്കി വെച്ചത്. അപ്പോൾ നമുക്കിതുപോലെ നമ്മുടെ ഓണത്തിന് അടിപൊളിയായിട്ട് നമ്മുടെ അത്തക്കളത്തിനടുത്തൊക്കെ ആയിട്ട് ഇത് വയ്ക്കാം.